അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ ഇന്ന് ഇപ്പോൾ കുറച്ച് ക്വാളിറ്റീസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ക്വാളിറ്റീസ് എല്ലാം നിങ്ങളെ ലൈഫിൽ കൊണ്ടുവരുത്താൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈഫ് ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇഷ്ടമാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ശരിയായിട്ട് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾ അത് ചെയ്ത് നോക്കൂ. ഇൻട്രൊഡക്ഷൻ. നമ്മളൊരാളുടെ കാണുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഒരു സ്ട്രേഞ്ചറിനെ കാണുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം എന്തൊക്കെയാണ് ചോദിക്കുന്നത്? ഒരാളെ കാണുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം പേര് ചോദിക്കും. അതിനുശേഷം അടുത്ത എന്താ ചോദിക്കുന്നത്? ജോലി ചോദിക്കും. ആ ജോലി ചോദിക്കുന്നതിൻ്റെ റീസൺ തന്നെ എന്താണ്? നമ്മൾ എത്ര റെസ്പെക്റ്റ് കൊടുക്കണമെന്നുള്ളത് അറിയാനായിട്ട് അളക്കുവാണ്. അപ്പോൾ ജോലിയുടെ കാര്യം പറയുമ്പോഴത്തേക്കും നമുക്കറിയാമല്ലോ, ഇത്രയും ഇങ്ങനെയുള്ള ജോലിയാണ്, അപ്പോൾ അതിനനുസരിച്ചുള്ള റെസ്പെക്റ്റ് നമ്മൾ അളന്ന് കൊടുക്കുക. അപ്പോൾ നമ്മൾ മനുഷ്യനാണോ? ശരിക്കും അല്ല, നമ്മൾ മനുഷ്യനെയല്ല നോക്കുന്നത്, നമ്മൾ വെറും ഒരു വെയിങ് മെഷീനാണ്. നമ്മൾ ജോലി അവിടെ നിന്ന് കേൾക്കുന്നു, അത് കേട്ടിട്ട് നമ്മൾ ബ്രെയിനിൽ വെച്ച് നമ്മൾ അളക്കുന്നു എത്ര റെസ്പെക്റ്റ്, ഇന്ന ആൾക്ക് നമുക്ക് ഇത്ര റെസ്പെക്റ്റ് കൊടുക്കാം എന്നുള്ളത് നമ്മൾ അളക്കുന്നു. എന്നിട്ട് അതനുസരിച്ച് നമ്മളൊരു വെയിങ് മെഷീനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. റെസ്പെക്റ്റ് അളന്ന് തൂക്കി കൊടുക്കുക, ഇൻപുട്ട് എടുക്കുക, അളന്ന് തൂക്കി റെസ്പെക്റ്റ് തിരിച്ചു കൊടുക്കുക. അപ്പോൾ വെറൊരു വെയിങ് മെഷീൻ. അതാണ് മനുഷ്യനായിട്ട് കാണാൻ പഠിച്ചു കഴിഞ്ഞാൽ അയാളുടെ അകത്ത് ഇന്നർ സെൽഫിനെ മനസ്സിലാക്കി, അയാൾ എന്താണ്, അയാൾക്കുള്ള ക്വാളിറ്റീസ് മനസ്സിലാക്കുക. ജോലി, വിദ്യാഭ്യാസം ഇതൊന്നും നോക്കാതെ അയാൾക്കുള്ള ക്വാളിറ്റീസ് മനസ്സിലാക്കിയിട്ട് അയാളെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുവാണെങ്കിൽ അതല്ലേ ശരിക്കും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നത്. നമ്മൾ അയാളുടെ മനുഷ്യനെ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മളൊരു മനുഷ്യനായിട്ട് കാണും. മനുഷ്യൻ അയാളുടെ മനുഷ്യനെ മനസ്സിലാക്കിയിട്ട് റെസ്പെക്റ്റ് കൊടുക്കുക. അവിടെയാണ് മെയിനായിട്ട് നമ്മൾ റെസ്പെക്റ്റ്, കറക്റ്റായിട്ടുള്ള റെസ്പെക്റ്റ് വരുന്നത്. അല്ലാതെ അയാളുടെ ജോലി, വിദ്യാഭ്യാസം ഇതൊക്കെ നോക്കിയിട്ട് നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കുന്നത് അത് വെറും വെയിങ് മെഷീനാണ്. മനുഷ്യനായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഇതെല്ലാം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം നമ്മൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മൾ ലൈഫിനെ കുറിച്ചുള്ള നമ്മുടെ പെർസ്പെക്റ്റീവ് തന്നെ മാറും, നമ്മുടെ കാഴ്ചപ്പാട് മാറും, നമ്മുടെ ലൈഫ് കൂടുതൽ ബ്യൂട്ടിഫുൾ ആവും. എന്ന് വെച്ചാൽ പുറമേയുള്ള കാര്യങ്ങൾ നോക്കിയിട്ടല്ല നമ്മൾ ആൾക്കാരെ ജഡ്ജ് ചെയ്യുന്നത്. അയാളുടെ ഉള്ളിൽ എന്താണ്, അയാളുടെ ഇന്നർ സോൾ എന്താണ്, ഇത് നോക്കിയിട്ടാണ് നമ്മൾ ഒരാളെ മനസ്സിലാക്കുന്നത്. പിന്നെ സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയുമ്പോഴത്തേക്ക് നമ്മൾ ഫസ്റ്റ് എന്തൊക്കെയാണ് പറയുന്നത്? പേര് പറയും, ജോലി പറയും, വിദ്യാഭ്യാസം പറയും, നമ്മളെ ഫാമിലി പറയും, പിന്നെ നമ്മൾ നാഷണാലിറ്റി പറയും, എവിടെ താമസിക്കുന്നതെന്ന് പറയും. ഈ പുറമേയുള്ള കാര്യങ്ങളല്ലാതെ നമ്മൾ അകത്തുള്ള മനുഷ്യൻ അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടങ്ങൾ, നമ്മളെ കാഴ്ചപ്പാടുകൾ, നമ്മുടെ ലൈഫിനെ കുറിച്ചുള്ള നമ്മളുടെ കാര്യങ്ങൾ, ഇതൊക്കെ ആരെങ്കിലും പറയാറുണ്ടോ? ആരും പറയാറില്ല. അതുപോലെ തന്നെയാണ് മിക്കവാറും ആൾക്കാർ പുറമേ കാണിക്കുന്ന ആളായിരിക്കില്ല അകത്തുണ്ടാവുന്നത്. അവരെല്ലാവരും ആദ്യം ഒരു ഫേക്ക് മുഖംമൂടി ഇട്ടിട്ടാണ് എല്ലാവരും നമ്മളെ കാണിക്കുന്നത്. പക്ഷേ അത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർ ഫേക്കായിരുന്നു എന്ന്. നമ്മുടെ വെൽവിഷറാണെന്നൊക്കെ അവർ കാണിക്കും. നമ്മൾ എങ്ങനെയെങ്കിലും നന്നായാൽ മതി, നമ്മൾ സെറ്റായി കണ്ടാൽ മതി എന്നൊക്കെ പറയും. പക്ഷേ എന്തെങ്കിലും ഒരു കേസിൽ അവരെക്കാൾ നമ്മൾ മുകളിലാവുന്നു, അല്ലെങ്കിൽ അവരെക്കാൾ ബെറ്റർ നമുക്ക് എന്തെങ്കിലും കിട്ടി, അല്ലെങ്കിൽ അവരെക്കാൾ നമ്മുടെ ചെറിയ കാര്യം, അവരെക്കാൾ നമ്മൾ ഹാപ്പി ആണെന്ന് പോലും അറിയുന്നത് അവർക്ക് സഹിക്കാൻ പറ്റില്ല. അവരുടെ മനസ്സിൽ ഫുള്ള് അസൂയായിരിക്കും. ഈ അസൂയ എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറസ് ആയ ഒരു കാര്യമാണ്. അത് അവർക്ക് സമാധാനം കൊടുക്കില്ല, അവർ ബാക്കിയുള്ളവർ സമാധാനം കൊടുക്കുകയില്ല. ഈ ഒരു നല്ലൊരു ക്വാളിറ്റി ഞാൻ കാണുന്നത് എന്ന് വെച്ചാൽ നമുക്കുള്ളത് കൊണ്ട് നമ്മൾ സന്തോഷമായിട്ടിരിക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ സെൽഫ് കണ്ടെയ്ൻമെൻറ്റ്. നമുക്കുള്ളത് കൊണ്ട് നമ്മൾ ഹാപ്പി ആയിരിക്കുക. അതെല്ലാവരും കൊണ്ടും പറ്റില്ല. അതൊരു റെയർ ക്വാളിറ്റിയാണ്, ഞാൻ കാണുന്ന ഒരു റെയർ ക്വാളിറ്റിയാണ്. എനിക്കത് കിട്ടിയില്ലല്ലോ, അടുത്ത ലെവലിനെ കുറിച്ചായിരിക്കും. അപ്പോൾ ഇത്ര കിട്ടിയാൽ എനിക്കിപ്പോൾ 10 കിട്ടിയെന്ന് വെച്ചോ, അപ്പോൾ ഞാനിക്ക് അവന് 100 കിട്ടുന്നു, എനിക്ക് ആ 100 കിട്ടുന്നില്ലല്ലോ എന്നായിരിക്കും. ഇനി എനിക്ക് 100 കിട്ടിയെന്ന് വെച്ചോ, അപ്പോൾ ആലോചിക്കും അവന് 500 കിട്ടുന്നു, എനിക്കത് കിട്ടിയില്ലല്ലോ എന്നാലോചിക്കും. അങ്ങനെ മനുഷ്യൻ്റെ ആവശ്യങ്ങളും ആ മനസ്സിൻ്റെ അത്യാഗ്രഹവും കൂടിക്കൊണ്ടിരിക്കും. അല്ലാതെ എനിക്കിപ്പോൾ എത്ര കിട്ടിയല്ലോ എന്ന് പറഞ്ഞിട്ട് സമാധാനിക്കുന്ന ആൾക്കാർ കുറവാണ്. പക്ഷെ അങ്ങനെ സമാധാനിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ജയിച്ചു കഴിഞ്ഞു. ഉള്ളത് കൊണ്ട് നിങ്ങൾ സന്തുഷ്ടരാവാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ജയിച്ചു കഴിഞ്ഞു. അതൊരു ക്വാളിറ്റിയാണ്, അത് ബിൽഡ് ചെയ്തെടുക്കണം. കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷെ വേണമെന്ന് വിചാരിച്ചാൽ ആർക്കും പറ്റും. ഇപ്പോൾ
എനിക്ക് പറ്റുന്നുണ്ട്. ഇഫ് ഐ ക്യാൻ ദെൻ യു ക്യാൻ ഓൾസോ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളെ ലൈഫ് നമുക്ക് ഹാപ്പി ആയിട്ട് സുഖമായിട്ട് ജീവിക്കാൻ പറ്റും. ട്രൈ, കീപ് ട്രൈ. എന്നെങ്കിലും നിങ്ങൾക്ക് പറ്റും. ലൈഫിൽ വരുന്ന ഓരോ എക്സ്പീരിയൻസ് ആണല്ലോ കാരണം. അപ്പോൾ ഓരോ എക്സ്പീരിയൻസ് വരുമ്പോഴത്തേക്കും നമുക്ക് അതനുസരിച്ചിട്ട് നമുക്ക് ലൈഫിനെ മാറ്റിക്കൊണ്ടു പോകാൻ പറ്റും. പിന്നെ ഇപ്പോൾ നമ്മൾ ഒരു ലൈഫിൽ ഒരു ടേൺ എടുക്കുവാണ്. ഒരു 2 വഴിയുണ്ട്. 2 വഴിയിൽ ഒരു വഴി എടുക്കുവാണ്. ഒരു വഴി എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ വഴി തെറ്റിപ്പോയെന്ന് വെച്ചോ. നമ്മൾ ഉദ്ദേശിക്കുന്ന ഡെസ്റ്റിനേഷൻ, നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത്, നമ്മളൊരു സ്ഥലം ഉദ്ദേശിച്ചിട്ടാണല്ലോ ഒരു വഴിയിലോട്ട് പോകുന്നത്. ഈ വഴി പോയാൽ അവിടെ എത്തും എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. പക്ഷേ ആ വഴി ചിലപ്പോൾ അവിടെ എത്തൂല. അങ്ങനെയാണെങ്കിൽ നമ്മൾ നോർമലി മനുഷ്യന്മാരെന്താ ചെയ്യുന്നത്? അയ്യോ വഴി തെറ്റിപ്പോയെന്ന് പറഞ്ഞിട്ട് ടെൻഷൻ അടിച്ച് പിന്നെ തിരിച്ച് വന്നിട്ട് മറ്റേ ഒറിജിനൽ വഴി കൂടെ പോകും. പക്ഷേ നിങ്ങൾ ഗൂഗിൾ മാപ്പിൻ്റെ കേസിൽ കണ്ടിട്ടുണ്ടോ? ഗൂഗിൾ മാപ്പ് എന്താ ചെയ്യുന്നത്? നമ്മളൊരു റോങ് ടേൺ എടുത്തു, അത് കറക്റ്റായിട്ടുള്ള വഴി പറഞ്ഞു തന്നിട്ട് നമ്മൾ റോങ് ടേൺ എടുത്തതിന് ശേഷം അത് പിന്നെ തിരിച്ചു പോയി ആക്കാനുള്ളതല്ല അത് നോക്കുന്നത്. അത് ഫസ്റ്റ് നോക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്ന വഴിയിൽ വേറെ വഴി കണ്ടുപിടിച്ച് നമ്മൾ റീഡയറക്റ്റ് ചെയ്ത് വിടും. അതൊരു നല്ല ക്വാളിറ്റിയാണല്ലേ? നമ്മുടെ ലൈഫിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു നല്ല ക്വാളിറ്റിയാണ്. നമ്മളിപ്പോൾ ഒരു റോങ് ടേൺ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ടേണിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്തണം. ആ ടേണിൽ നിന്ന് നമുക്ക് കറക്റ്റായിട്ട് എത്താനുള്ള ഒരു വഴി നമ്മൾ കണ്ടുപിടിക്കണം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഓക്കെ, ബൈ, ടാറ്റാ.